നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ कैलासाचले सूर्यकोटिशोभिते विमलालये रत्नपीठे ये संविष्टं ध्याननिष्ठं भाललोचनं मुनिसिद्धदेवादिसेव्यं नीललोहितं നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ദുർഗുണ ദുർവാസനകളെ അകറ്റി അവർക്ക് ശുദ്ധിയുടെ പുണ്യം പകരുന്ന പവിത്ര സാധനയാണ് നാമകീർത്തനം. ഇത്തരത്തിൽ രാമായണത്തിൻ്റെ മഹത്വം ഒന്നുകൂടി തെളിയുന്നു. കാരണം രാമായണത്തിൽ അങ്ങോളം ഇങ്ങോളം ഭഗവത് നാമകീർത്തനം നിറഞ്ഞ വരികളാണ്. അതോടൊപ്പം രാമായണം സന്മാർഗ പാഠങ്ങൾ, സാമൂഹ്യ പാഠങ്ങൾ, കുടുംബ പാഠങ്ങൾ, ഭരണനീതി സാരങ്ങൾ, ആധ്യാത്മിക സാധനകൾ, തത്വരഹസ്യങ്ങൾ തുടങ്ങി നാനാതരത്തിലുള്ള ഉപദേശരത്നങ്ങളുടെ അക്ഷയ ഖനി കൂടിയാണ്. ശ്രീരാമാഭിഷേകം മുടങ്ങിയപ്പോൾ ലക്ഷ്മണൻ ക്രോധാവിഷ്ടനായി. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിച്ച് ശാന്തനാക്കുന്നു. ലക്ഷ്മണോപദേശം എന്ന ഈ ഭാഗം നീതിയുടെയും സാധനയുടെയും ആധ്യാത്മിക തത്വങ്ങളുടെയും സഞ്ചയമാണ്. അതുപോലെ ശബരിക്ക് ശ്രീരാമൻ നൽകുന്ന ഉപദേശം ഭക്തിജ്ഞാന തത്വങ്ങൾ വെളിവാക്കുന്നു. അധ്യാത്മരാമായണത്തിൻ്റെ തുടക്കത്തിൽ സീത ഹനുമാന് നൽകുന്ന ശ്രീരാമഹൃദയം എന്ന ഉപദേശം നിർഗുണ സഗുണ ഈശ്വര തത്വങ്ങൾ പ്രകടമാക്കുന്ന ഉപദേശമാണ്. ഹനുമാൻ രാവണന് നൽകുന്ന നീതി ഉപദേശം ധർമ്മനീതിയും ആധ്യാത്മിക തത്വങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. നരത്വം ദേവത്വം നഗവന മൃഗത്വം മശകതാ പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വത് പാദാബ്ജ സ്മരണ പരമാനന്ദ ലഹരീ വിഹാരാസക്തം ചേത് ഹൃദയമിഹ കിം തേന വപുഷാ. നരത്വം ദേവത്വം നഗവന മൃഗത്വം മശകതാ പശുത്വം കീടത്വം
भवतु विहगत्वादिजननं सदा त्वत्पादाब्ज स्मरणपरमानन्दलहरी विहारासक्तं चेत् हृदयमिह किं तेन वपुषा അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ഭഗവാന്റെ പാദം സ്മരണം ചെയ്യുന്നത് തന്നെ പരമാനന്ദം. ഭക്തിയുടെ പ്രാഥമിക തലങ്ങളിലൂടെ കടന്നു വന്നാലേ സ്മരണം ചെയ്യാനാകൂ. ശ്രവണം, കീർത്തനം എന്നിവയിലൂടെയാണ് സ്മരണം എന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് അതിസൂക്ഷ്മ തലത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് പരമാനന്ദം ലഭിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദ ലഹരിയിലെ 10ാം ശ്ലോകമാണ് സ്വാമി ചിദാനന്ദപുരി ശങ്കര സ്തോത്രാമൃതത്തിൽ ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 10ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഏത് യോനിയിൽ ജനിക്കേണ്ടി വന്നാലും അതിലൊന്നും വിഷമമില്ല. പരമമായ ഭക്തി ഹൃദയത്തിൽ ഉണ്ടാവണം. ആ ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ആ ഒരു സങ്കല്പമാണ് ഈ ഒരു ശ്ലോകത്തിൽ ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു, ഒന്നുകൂടി വിചാരം ചെയ്യുകയാണ്. നരത്വം ദേവത്വം നഗവനമൃഗത്വം മശകത പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരി വിഹാരാസക്തം ചേത് ഹൃദയമിഹ കിം തേന വപുഷാ. നരനായോ ദേവനായോ, പർവ്വതത്തിൽ വസിക്കുന്ന മൃഗമായോ, വനത്തിൽ വസിക്കുന്ന മൃഗമായോ, ഇനി കൊതുകായോ, മറ്റു പശുക്കളായോ, കീടങ്ങളായോ, പക്ഷികളായോ ജനിക്കട്ടെ, ഏത് ഭാവത്തിലോ ജനിക്കാനിട വരട്ടെ, എന്നാൽ സദാ ത്വത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരീ വിഹാരാസക്തം ചേത് ഹൃദയം. ഹൃദയം, ഇവിടെ ഹൃദയം എന്നുള്ളതിന് അന്തഃകരണം എന്നർത്ഥമെടുത്താൽ മതി. എൻ്റെ അന്തഃകരണം സദാ എപ്പോഴും മാറി വരുന്ന ഏത് സാഹചര്യത്തിലും മാറ്റമില്ലാതെ, അതാണ് സദാ എപ്പോഴും ത്വത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരീ വിഹാരാസക്തം ചെയ്ത്. എങ്ങനെയുള്ള ഹൃദയമാകണം എൻ്റെത്? ത്വത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരീ വിഹാരാസക്തം, ഒറ്റ വാക്കാണ്. ത്വത്പാദമാകുന്ന അബ്ജം, ത്വത്പാദം അങ്ങയുടെ, നിൻ്റെ പാദങ്ങൾ, കാലുകൾ, നിൻ്റെ കാലുകളാകുന്ന അബ്ജങ്ങൾ. അബ്ജം അപ്പിൽ ജനിച്ചത്, ജലത്തിൽ ജനിച്ചത് താമര. നിൻ്റെ കാലുകളാകുന്ന താമരയിൽ നിരന്തര സ്മരണ, എപ്പോഴും ഓർമ്മിക്കാൻ സാധിക്കുക. ആ സ്മരണം തന്നെ പരമാനന്ദ ലഹരിയെ ഉണ്ടാക്കുകയാണ്. ഭഗവത്പാദ സ്മരണമാകുന്ന പരമാനന്ദ ലഹരി പരാഭക്തന് മാത്രമേ അത് ലഭിക്കൂ. ഭക്തിമാർഗ വിമുഖന്മാരായവർക്ക് ഒരിക്കലും ഭഗവത്പാദത്തെ സ്മരിക്കാൻ സാധ്യമല്ല. ഇനി ഭക്തിമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഭഗവത്പാദം സ്മരിക്കുമ്പോൾ അതൊരു സാധന എന്ന രീതിയിൽ മനസ്സിനെ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി ഭഗവത്പാദ സ്മരണത്തിൽ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തിയുടെ സൂക്ഷ്മതലത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ഭഗവത്പാദ ഭജനം ചെയ്യുന്നതിൽ സന്തോഷമുണ്ടാകുന്നു. പക്ഷേ ഭഗവത്പാദ സ്മരണത്തിൽ പരമാനന്ദം ഒരു ലഹരിയായി തീരുക എന്നുള്ളത് അത് പരാഭക്തനിൽ മാത്രം സംഭവിക്കുന്നതാണ്. ഭഗവാന്റെ പാദത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ, സ്മരണം ചെയ്യുന്നത് തന്നെ പരമാനന്ദം. ഇവിടെ സ്മരണം ചെയ്യുക എന്നുള്ളത് പ്രാഥമിക തലങ്ങളിലൂടെ കടന്നു വന്നാലേ സാധിക്കൂ. ഈശ്വരനാമം ജപിക്കൂ എന്നാരോടും പറയാം, ആർക്കും ചെയ്യാം, കാരണം അത് ബാഹ്യമാണ്. എന്നാൽ ഉള്ളിൽ മനസ്സിൽ സ്മരണമുണ്ടാവണമെങ്കിൽ അതിന് ഭക്തിഭാവം വേണം. ശ്രവണം, കീർത്തനം തുടങ്ങിയവയിലൂടെയാണ് നമ്മൾ സ്മരണം എന്നുള്ള തലത്തിലേക്ക് എത്തുന്നത്.
ഇപ്പോൾ ഭഗവത് തത്വം നീ പോയി ശ്രവണം ചെയ്യൂ എന്നൊരാളോട് പറഞ്ഞാൽ അയാൾക്ക് പോയി ശ്രവണം ചെയ്യാനിരിക്കാം. അയാളുടെ മനസ്സ് ശ്രവണത്തിൽ ഘടിക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. ഇനി ഭഗവത് നാമം പറയൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കും, എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാം. കേൾക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. ഇങ്ങനെ പറയുകയും കേൾക്കുകയും ചെയ്ത് ആ വൃത്തി നമ്മളിൽ ദൃഢമാകുമ്പോഴാണ് നിരന്തര സ്മരണം എന്നുള്ളതുണ്ടാകുന്നത്. ഇനിയും അതിസൂക്ഷ്മ തലത്തിലേക്ക് പോകുമ്പോഴാണ് ആ സ്മരണത്തിൽ നിന്ന് പരമാനന്ദം ലഭിക്കുന്നത്. ആ പരമാനന്ദം തന്നെ ഒരു ലഹരിയായി, ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ലഹരി. അവിടെ മറ്റെല്ലാ ചെറിയ ചെറിയ ലഹരികളും അപ്രസക്തമാണ്. ആ പരമാനന്ദ ലഹരിയിൽ വിഹരിക്കുകയാണ്, അല്ലെങ്കിൽ വിഹരിക്കുന്നതിന് ആസക്തമാവുകയാണ്. അതാണ് ലഹരി വിഹാരാസക്തം. ഹൃദയം ചെയ്ത്, ഇപ്പോൾ ഹൃദയം ത്വത്പാദാബ്ജസ്മരണ പരമാനന്ദ ലഹരി വിഹാരാസക്തം. നിൻ്റെ പാദപത്മങ്ങളുടെ സ്മരണം ചെയ്യുന്നതിലുള്ള പരമാനന്ദ ലഹരിയിൽ വിഹരിക്കാൻ ആസക്തമാണ് മനസ്സെങ്കിൽ, ഹൃദയമെങ്കിൽ, തേന വപുഷാക്യം ഇഹ. ആ ശരീരം കൊണ്ട് ഇവിടെ എന്ത് കുഴപ്പം? ഏത് ശരീരമായിക്കോട്ടെ, കൊതുവായിക്കൊള്ളട്ടെ, നരനായിക്കൊള്ളട്ടെ, ദേവനായിക്കൊള്ളട്ടെ, നഗവന മൃഗമായിക്കൊള്ളട്ടെ, പശു ആയിക്കൊള്ളട്ടെ, കീടമായിക്കൊള്ളട്ടെ, വിഹകമായിക്കൊള്ളട്ടെ, ആ ശരീരം കൊണ്ട് എന്ത് എന്ന് വെച്ചാൽ ആ ശരീരം കൊണ്ട് ഒരു ദോഷവും ഇല്ല. അഥവാ ഈ ഭഗവത് പാദസ്മരണം ചെയ്യാനുള്ള വൃത്തി നമുക്കില്ലെങ്കിൽ ദേവത്വമോ നരത്വമോ കിട്ടിയിട്ടൊരു പ്രയോജനമില്ല. മനുഷ്യത്വം കിട്ടി, ശരി, അതുകൊണ്ട് ആനന്ദത്തിലേക്ക് ഉയരാൻ കഴിയുന്നില്ലെങ്കിൽ ആ മനുഷ്യജന്മം കൊണ്ട് എന്ത് കാര്യം? ലഭിച്ചത് മശകത്വമാണ്, കൊതുകിൻ്റെ ഭാവമാണ്. എങ്കിൽ പോലും ആനന്ദമുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠമല്ലേ? അതുകൊണ്ട് മനസ്സിൽ ഭഗവത്പാദസ്മരണം, ആ ഭഗവത്പാദസ്മരണമാകുന്ന പരമാനന്ദലഹരി വിഹാരം, അതിലുള്ള ആസക്തി ഉണ്ടെങ്കിൽ ജീവിതം ധന്യധന്യമായി എന്ന് പറയുക ചെയ്യുന്നത്. ഇതാണ് പരാഭക്തൻ്റെ നിലപാട്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.